യെസ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചു. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എത്തിയിരിക്കുന്നു. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, കോടതി അവിടെ എല്ലാ രീതിയിലും കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കോടതി ഈ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഗർഭചിത്രത്തിന്റെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ വരെ കോടതിക്ക് ബോധ്യപ്പെടുകയും ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തത്. ഇതിപ്പോൾ എങ്ങനെയായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക? എന്തൊക്കെയാണ് ജാമ്യാപേക്ഷയിലുള്ളത്? അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി ഹൈക്കോടതിയിൽ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് ടുഡേ മൂവ് ഓപ്ഷൻ ഉണ്ടായി, അതിൽ പ്രത്യേകമായി മെൻഷൻ ചെയ്യുമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഔദ്യോഗികമായി തന്നെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അത് നാളെ കോടതി പ്രവൃത്തി ദിനമാണ്, നാളെ തന്നെ അത് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് എസ് രാജീവ് വഴി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. കേസ് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ സെഷൻസ് കോടതി നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടിയുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഒരു സാഹചര്യത്തിലാണ്, തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും അത് തന്നെയാണ്. മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. രാഹുൽ വിവിധ കോടതികളിൽ കീഴടങ്ങിയേക്കാം. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷെ അപ്പോഴും അഭിഭാഷകർ ഉൾപ്പെടെയുള്ള നിയമവിദഗ്ധർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ഹൈക്കോടതിയെ കൂടി സമീപിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അത് നേരത്തെ ചില ആളുകൾ ഹൈക്കോടതിയിൽ നേരിട്ട് സമീപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ സമീപകാലത്താണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷകൾ നേരിട്ട് ഹൈക്കോടതികൾ പരിഗണിക്കേണ്ടതില്ല, കേരളത്തിൽ മാത്രമാണ് ഇത്തരമൊരു കീഴ്വഴക്കം എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ നടത്തി അതിരൂക്ഷ വിമർശനം പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ്. കുറ്റകൃത്യത്തിന്റെ ഒരു തീവ്രത പരിഗണിച്ച്, അതായത് ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുള്ള സാഹചര്യമാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഹൈക്കോടതിയും അത് തന്നെയായിരിക്കില്ലേ പരിഗണിക്കുക? മാത്രവുമല്ല, രണ്ടാമത്തെ പരാതി കൂടി ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യം അന്വേഷണത്തിലേക്ക് അത് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടിയൊക്കെ പരിഗണിക്കില്ലേ ഹൈക്കോടതിയും? തീർച്ചയായും അത്തരം വാദങ്ങൾ കോടതിയിൽ എന്തായാലും നടക്കുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന് പ്രോസിക്യൂഷൻ പറയാനുള്ള ഒരു സാധ്യത നമുക്കൊട്ടും തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം സാധാരണഗതിയിൽ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷനുകളിൽ നടക്കാനുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് പ്രോസിക്യൂഷന്റെ നിലപാട് തേടി മാത്രമാണ്. അതർവൈസ് റെഗുലർ ബെയിൽ കേസുകളാണെങ്കിൽ സാധാരണഗതിയിൽ അതിന്റെ മറ്റു മെറിറ്റുകളിലേക്കൊക്കെ കടക്കുക, കേസ് ഡയറി പരിശോധിക്കുക, അത്തരമുള്ള കാര്യങ്ങളാണ്. പക്ഷേ മുൻകൂർ ജാമ്യം നൽകണോ വേണ്ടയോ എന്നൊരു കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് കോടതികൾ അതിൽ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുക. എന്തായാലും പ്രോസിക്യൂഷനോട് ഈ വിഷയത്തിൽ കോടതി വിശദീകരണം തേടും. ഒരു 3 ദിവസമെങ്കിലും അതിനുള്ള ഒരു സമയം പ്രോസിക്യൂഷൻ നൽകുകയും ചെയ്യും. 3ാമത്തെ ദിവസം വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഉറപ്പായും എന്തായാലും കോടതി ആദ്യം പരിഗണിക്കുക പ്രോസിക്യൂഷന്റെ വാദങ്ങളാണ്. ജാമ്യം നൽകുന്നത് കൊണ്ട് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജാമ്യം നൽകണോ വേണ്ടയോ എന്ന് പ്രോസിക്യൂഷന്റെ കൂടി നിലപാട് അറിയിക്കും. പ്രോസിക്യൂഷൻ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം എത്രയുണ്ട്, ഈ വിവിധ പരാതികൾ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യം, ഇതെല്ലാം കണക്കിലെടുത്ത് അതിശക്തമായി പ്രോസിക്യൂഷൻ ഈ വിഷയത്തെ എതിർക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അത് തന്നെയായിരിക്കും ഹൈക്കോടതിയിൽ നടക്കുക. പക്ഷെ കോടതി ഈ വിഷയത്തിൽ ഇതിന്റെ മറ്റു മെറിറ്റുകളിലേക്ക് പോകും എന്നൊരു കാര്യം കൂടി ഇപ്പോൾ നിയമവിദഗ്ധർ പറയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികൃതരുമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന തെളിവുകൾ മതിയായ രൂപത്തിൽ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇതൊരു കൺസെൻഷ്യൽ ഒഫൻസ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് എന്നുള്ള നിലയ്ക്ക് പരസ്പര സമ്മതത്തോടെ ഉഭയ സമ്മതത്തോടുകൂടി പിന്നീട് ഈ ബന്ധത്തിൽ വിള്ളലുണ്ടായ ഒരു സാഹചര്യത്തിൽ അത് പിന്നീട് ഒരു പ്രശ്നമായി പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആയ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടെ ഗൂഢ ഉദ്ദേശത്തോടുകൂടി ഇപ്പോൾ ഉയർന്നു വരുന്ന ചില താല്പര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരാതി വരുന്നത്, അല്ലെങ്കിൽ പിന്നീട് പല പരാതികളും വരുന്നത്. അതിന് പിന്നിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും കോടതിയെ ബോധ്യപ്പെടുത്തും. എന്തായാലും ഈ വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യം തേടി സമീപിക്കാമായിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി സുപ്രീം കോടതിയുടെ വിമർശനം കൂടി ഉള്ള ഒരു സാഹചര്യത്തിൽ സെഷൻസ് കോടതിയെ സമീപിക്കൂ. അസാധാരണമായ അതുകൊണ്ടായിരിക്കും നേരെ സെഷൻസ് കോടതിയിലും
പിന്നീട് ഹൈക്കോടതിയിലേക്കും എത്തിയത്. എന്തായാലും വെള്ളിയാഴ്ച തന്നെ ഹൈക്കോടതി ബെഞ്ചിൽ ഹർജി കൊണ്ടുവന്ന് പോലീസിന്റെ അറസ്റ്റ് നീക്കം തടയാൻ കഴിയുമോ എന്നൊക്കെയുള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ കോടതി എങ്ങനെയായിരിക്കും സെഷൻസ് കോടതിയിലെ സംഭവങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അവിടുത്തെ നിരീക്ഷണങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഏത് തരത്തിലായിരിക്കും പരിഗണിക്കുക, ജാമ്യം ലഭിക്കുമോ, അതിനുശേഷമായിരിക്കുമോ കീഴടങ്ങൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി മുൻകൂർ ജാമ്യാപേക്ഷ എത്തിയിരിക്കുന്നു. അഹമ്മദ് മുസ്തഫയാണ് വിശദാംശങ്ങൾ നൽകിയത്.